എൻ്റെ ഉണ്ണിയുടെ പിറന്നാളിന് എനിക്ക് അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ക്രാഫ്റ്റിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അത് കാരണം തന്നെ ക്രാഫ്റ്റ് പരമായിട്ടുള്ള കുറച്ച് വലിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ നേരെ നമ്മൾ കുന്നംകുളത്തുള്ള HNC എന്നാണ് കടയുടെ പേര്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വലിയൊരു ബില്ല് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. അവളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഷീറ്റത് ബുക്കല്ലേ എന്താ സാധനം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെന്തെങ്കിലുമൊക്കെ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലെന്തെങ്കിലും എഴുതാം. എഴുതിയതിന് ശേഷം ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ പറിച്ചിട്ട് ആ എഴുതിയ സാധനം ഇതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതാണ് ഈ സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത്. ഈ സാധനം യൂട്യൂബിൽ നാനോ ടൈപ്പ് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കണതൊക്കെ യൂട്യൂബിലുണ്ട്. ജസ്റ്റ് ഈ ടാപ്പ് എടുക്കുക, ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നാനോ ടാപ്പാണ് ഇത്. നമുക്ക് ജെല്ലി ടോയ്സുകൾ ഉണ്ടാക്കാൻ പറ്റും, ബലൂണ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. പിന്നെ അത് മാത്രമല്ല, ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്പിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനം ഒട്ടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതോ വീഴാണ്ട് അതേപോലെ തന്നെ ഇരിക്കും. ഇത് 90s കിഡ്സിനൊക്കെ ഓർമ്മ ഉണ്ടാവും ഈ ഒരു പേന ഇല്ലേ. ഈ ഒരു പേന എന്ന് പറഞ്ഞാൽ സീനാണ് ഗൈസ്. വരും ഗൈസ് സിൽക്ക് ഗിൽറ്റർ ഇവിടെ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതാണ് ഫേസിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ക്രയോൺസ് ആണ് ഇത്. എന്ത് വരച്ചാലും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ടുള്ള നമ്മള് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും, ചലഞ്ച് വീഡിയോസ്. ഇതുപോലെ ഇങ്ങനെ രണ്ട് പെയിന്റ് ക്രയോൺസ്, സാധാ പെൻസിലല്ല കേട്ടോ. വരയ്ക്കണ പെൻസിലല്ല. ഇതിന്റെ ഇത് കണ്ടില്ലേ നിങ്ങള് മനം? ഇത് കട്ടി കൂടുതലായിരിക്കും, ഇത് കട്ടി കുറവുള്ളത്, ഇത് നോർമല്. ഓക്കെ, ഇതുകൊണ്ട് വരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഇത് അറിയാം. നല്ല കട്ടിയുള്ള നല്ല പെട്ട പിക്ചർ അറിയാൻ പറ്റും നമുക്ക് ഇതുകൊണ്ട്. പിന്നെ ബ്ലേഡ് ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു CD മാർക്കറും ഒരു നോർമൽ മാർക്കറും.